الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا مولانا محمد اللهم أوصل وبلغ ثواب ما قرأناه من القرآن العظيم وما صليناه هذه هدية واصلة وتحفة كاملة منا إلى حضرة نبينا محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرة نبي الله خضر عليه السلام وسليمان عليه السلام وقطب هذا الزمان وولي هذا المكان وإلى حضرات الساداتنا البدريين والوحديين وبقية الصحابة والقرابة وأزواجه الطاهرات أمهات المؤمنين اللهم وإلى حضرة شيخ المشارق والمغارب غوث الأعظم سلطان محي الدين قدس الله سره العزيز وإلى حضرة سلطان العارفين السيد أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة سلطان الهند خواجة معين الدين الجسي الأجميري قدس الله سره العزيز وإلى حضرات جميع الأقطاب والأوتاد والعلماء والشهداء والصديقين والصالحين من مشارق الأرض إلى مغاربها صغيرا وكبيرا وكرما وانصى أجمعين اللهم زد لهم شرفا على شرفهم وعلى درجاتهم وحافظ علينا من فيوضاتهم وأنوارهم وأسرارهم وعلومهم في الدين والدنيا والآخرة إنك على كل شيء قدير اللهم أكرمنا بكراماتهم اللهم أمدنا بمددهم اللهم احمنا بحمايتهم اللهم شرفنا بشرفهم اللهم انصرنا بنصرتهم يا ذا الجلال والإكرام اللهم بارك لنا في مجلسنا هذا يا ذا الجلال والإكرام اللهم يسر لنا ما نحن فيه يا مسبب الأسباب ويا مدبر الأمور أنت على كل شيء قدير اللهم حسن مرادنا ويسر أمورنا واشف أمراضنا وأد ديوننا وانصرنا على أعدائنا يا خير الناصرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا وارحم والدينا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഈ മഹത്തായ സമ്മേളനത്തിന് സ്വാഗതം പറയാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ സെക്രട്ടറിയും കേന്ദ്ര മുശാവർ അംഗവും ഈ മഹത്തായ പരിപാടിയുടെ ചെയർമാനുമായ ബഹുമാനപ്പെട്ട ഹസൻ റൈസി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. السلام عليكم الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله ما بعد. മഹത്തായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ജില്ലാ ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട IB ഉസ്മാൻ ഫൈസി ഉസ്താദ് അവറുകൾ, മഹത്തായ
ഈ യോഗത്തിൽ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ഈ സദസ്സിനെ അലങ്കരിച്ച ബഹുമാനപ്പെട്ട സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗവും ജമിയത്തുൽ മുഅല്ലിമീൻ കേന്ദ്ര കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റും ദീർഘകാലം നമ്മുടെ ജില്ലയിൽ സുന്നത്ത് ജമാഅത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകി ഇപ്പോൾ സ്വന്തം ജില്ലയായ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ ഗുരുതുല്യനായ ഉസ്താദ് എം എം മുഹീദ്ദീൻ ഉസ്താദ് അവറുകളെ, മറ്റ് വേദിയിൽ സന്നിഹിതരായ നമ്മുടെ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അർഹമുറാഹിമായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു മഹത്തായ പരിപാടി നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിയും. ഒരു മദ്ഹുർ റസൂൽ സംഗമം സംഘടിപ്പിക്കുക മാത്രമല്ല നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യം, മറിച്ച് സമസ്ത എന്ന ആദർശ പ്രസ്ഥാനം, ഈ ആദർശ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണവും ഇതിൻ്റെ ലക്ഷ്യം തന്നെയാണ്. എന്തുകൊണ്ട് സമസ്ത പ്രചരിപ്പിക്കപ്പെടണം? ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹുവും സംഘവും തുടങ്ങിവച്ച ഇസ്ലാമിൻ്റെ തനതായ പൈതൃകവും പാരമ്പര്യവും നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്നിങ്ങടെ സഹകരിച്ച് കസാരലേശവും കൂടി മുന്നോട്ട് ഇരുന്ന് സഹകരിക്കണം. ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ബഹളം ഉണ്ടാക്കാതെ ഒന്ന് സഹകരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവും സംഘവും തുടങ്ങിവച്ച ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനം, ആദർശ പ്രചരണം ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാളിമാരിലൂടെയും ജയിലും മഖ്ദൂമാരിലൂടെയും കൈമാറി ഇന്ന് നവതി പൂർത്തിയാക്കിയ ശതാബ്ദിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കൈകളിലാണുള്ളത്. ഈ മഹത്തായ ആദർശ പ്രസ്ഥാനം 90 വർഷക്കാലം ഈ ഉമ്മത്തിന്റെ ഈമാൻ സംരക്ഷിച്ചു. അവരെ ശരിയായ പാന്താവിലൂടെ, ശരിയായ വിശ്വാസത്തിലൂടെ അവരെ നയിച്ചു. നിരവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് 10,000-ഓളം വരുന്ന മദ്രസകൾ, അറബി കോളേജുകൾ, യതീംഖാനകൾ തുടങ്ങി നമ്മുടെ സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അനേകം പദ്ധതികൾ ആവിഷ്കരിക്കുകയും വിജയകരമായി നടപ്പാക്കുകയും ചെയ്ത ഈ പ്രസ്ഥാനം, അതിൻ്റെ ജില്ലാ ഘടകമാണ് എളിയവരായ ഞങ്ങളൊക്കെ. നമുക്കൊരുപാട് ബാലാരിഷ്ടതകളുണ്ട്. വർഷങ്ങളായി നമ്മുടെ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നുവെങ്കിലും നമുക്ക് സ്വന്തമായി ഒരു ആസ്ഥാനമില്ല എന്നൊരു സങ്കടം നമുക്ക് എപ്പോഴുമുണ്ട്. ഏകദേശം 2 വർഷം മുമ്പ് ഇതേപോലെയുള്ള ഒരു സദസ്സിൽ എളിയവനായ ഞാൻ ഈ കാര്യം പറയുകയും നമുക്ക് സ്വന്തമായ ഒരു ആസ്ഥാനം വേണം എന്ന് പറഞ്ഞുവെങ്കിലും അത് കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അൽഹംദുലില്ലാഹ്, സ്വന്തമായ ആസ്ഥാനത്തിലേക്കുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തുകയാണ്. അഥവാ ഞങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തകർ. ഇപ്പോൾ നമ്മൾ താൽക്കാലികമായി വാടകയ്ക്കാണ് തൊട്ടടുത്ത് കുട്ടമ്പശ്ശേരി ജങ്കാർ സ്റ്റോപ്പിൽ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ അലിക്കുഞ്ഞ് ഉസ്താദ് അവരുടെ സമസ്തയുടെ പ്രവർത്തകരും നമുക്കെല്ലാം വേണ്ടപ്പെട്ടവരുമായ അദ്ദേഹം എത്തും. ശാരീരിക ആവശ്യതകളുണ്ട്, അല്പം വൈകി എത്തും. ബഹുമാനപ്പെട്ടവരുടെ ബിൽഡിംഗാണ് എടുത്തിട്ടുള്ളത്. താൽക്കാലികമായി നമുക്കങ്ങനെ അത് കൊണ്ടുപോകാം എന്നല്ലാതെ ദീർഘകാലം വാടകയ്ക്കായി കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മളിൽപ്പെട്ട ഒരു സഹോദരൻ, പേര് ഇൻഷാ അല്ലാഹ് അപ്പോൾ പറയും,
അതിൻ്റെ ആദ്യ ഗഡു ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ നാസർ അബ്ദുൽ ഹയ്യ് ശിഹാബ് തങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു സ്വന്തമായ ആസ്ഥാനത്തിനുള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായവും പിന്തുണയും ഉണ്ടാവണമെന്ന് ആദ്യമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ ജില്ല സമസ്തയുടെ ഒപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 300ഓളം വരുന്ന മദ്രസകൾ, 15 റേഞ്ചുകൾ, ഇങ്ങനെ എന്തുകൊണ്ടും സമസ്തയുടെ ശക്തമായ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ്, ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. നമ്മളുടെ പ്രവർത്തനത്തിന്റെ കുറവ് എന്ന് വേണമെങ്കിൽ സമ്മതിക്കാം. അതുകൊണ്ടൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ആളുകളുടെ നമ്മളെ പ്രവർത്തനത്തിന്റെ കുറവ് ഒന്ന് മാത്രമുള്ളൂ. നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് വലിയ വിജയം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇതെങ്ങനെയൊക്കെ ആവുമെന്ന് ഭയപ്പെട്ടിരുന്നുവെങ്കിലും നമ്മുടെ എല്ലാ കണക്കൂട്ടലുകളെയും തെറ്റിച്ച് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജനങ്ങൾ, നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാരൊക്കെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഈ ആദർശ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും ഒന്നുകൂടി ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ പ്രവാചകരെക്കുറിച്ചുള്ള പ്രഭാഷണം നടത്താൻ വളരെ ഉത്തരവാദിത്തപ്പെട്ട നല്ല പ്രഭാഷകനായ ജാബിർ ഹുദവി അവറുകൾ ഇവിടെ ഏതാനും നിമിഷങ്ങൾക്ക് എത്തും. ഇൻഷാ അല്ലാഹ് അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ച് വിശദമായി നമുക്ക് പറഞ്ഞു തരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ പരിപാടി നല്ല വിജയത്തിലാക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ ഈ പരിപാടി സമയബന്ധിതമായ ഒരു പരിപാടിയാണ്. എന്നുവെച്ചാൽ ഒരു 10 മണിയോടുകൂടി സമാപിക്കണം. ആ നിലയ്ക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൗലിദ് പാരായണം നടന്നിട്ടില്ല. മുഖ്യ പ്രഭാഷണത്തിന് ശേഷമായിരിക്കും അത്. അതിനുശേഷം അന്നദാനം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഈ ചടങ്ങിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട IB ഉസ്മാൻ ഫൈസി നീണ്ടകാലം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമ് ആ മാർഗത്തിൽ ചെലവഴിക്കുന്ന നിരവധി ശിഷ്യന്മാരുടെ ഓണംപള്ളി മുഹമ്മദ് ഫൈസി അടക്കമുള്ള നിരവധി പണ്ഡിതന്മാരുടെ ഗുരുവും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ പ്രസിഡന്റുമായ ഉസ്താദ് IB ഉസ്മാൻ ഫൈസി അവറുകളെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പിന്നെ ദുആക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഗുരുതുല്യനായിട്ടുള്ള, നമുക്കെല്ലാം ഈ വിഷയത്തിൽ എന്നും പ്രസ്ഥാനത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയും എല്ലാ പ്രോത്സാഹനവും ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവ് ബഹുമാന ഉസ്താദ് മുഹീദ്ദീൻ മൗലവി ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്താനേറ്റിരിക്കുന്ന ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ ഖാദി നാസർ അബ്ദുൽ ഹയ്യ് ശിഹാബ് തങ്ങൾ അവറുകളെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ മഹത്തായ യോഗത്തിൽ സന്നിഹിതരായിട്ടുള്ള ജമിയത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് സെക്രട്ടറി അബ്ദുസമദ് ദാരിമി, മാനേജ്മെന്റ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ടി എ ബഷീർ സാഹിബ്, ഖുർആൻ സ്റ്റഡി സെന്റർ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട MM അബൂബക്കർ ഫൈലി, അതുപോലെ മജ്ലിസ് നൂർ ജില്ലാ അമീർ ബഹുമാനപ്പെട്ട സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങൾ, CK അബ്ദുറഹ്മാൻ മൗലവി, SYS സ്റ്റേറ്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട M പരീർ സാഹിബ്, നമ്മുടെ ഈ സ്വാഗത സംഘത്തിൻ്റെ ട്രഷറർ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി ഇടയപ്പുറം, ഫൈസൽ കൗസരി, അതുപോലെ യൂസുഫ് മാസ്റ്റർ, അസീസ് ബാഖവി, ഖുർആൻ സ്റ്റഡി സെന്റർ സെക്രട്ടറി ബഹുമാനപ്പെട്ട MB മുഹമ്മദ് ഹാജി, ഖുർആൻ സ്റ്റഡി സെന്റർ
ഖജാൻജി ബഹുമാനപ്പെട്ട സലാം ഹാജി, സി വി കബീർ സാഹിബ് മുട്ടം നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്. അതുപോലെ നമ്മുടെ ഇബ്രാഹിം കുട്ടി മൗലവി മുള്ളംകുന്ന്, അതുപോലെ മാനേജ്മെന്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട സിയാദ് ചെമ്പറക്കി, അതുപോലെ നമ്മുടെ ഈ ഓഫീസ് പ്രവർത്തനങ്ങളെല്ലാം പ്രതിഫല ആഗ്രഹിക്കാതെ ഓടി നടക്കുന്ന ബഹുമാനപ്പെട്ട അജ്മൽ ബാക്കവി വടുതല, അതുപോലെ നമ്മുടെ സബ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾ, ഫൈനാൻസ് കമ്മിറ്റി ചെയർമാൻ കെ യൂസുഫ് ഹാജി, കൺവീനർ കബീർ മുട്ടം, ബഷീർ ഫൈസി, വി എസ് റഹ്മാൻ ചേരാനല്ലൂർ, പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ ചെയർമാൻ നൗഫൽ കുട്ടമശ്ശേരി, വൈസ് ചെയർമാൻ സിയാദ് ചെമ്പറക്കി, ജനറൽ കൺവീനർ അബ്ദുസലാം ഇസ്ലാമിയ, കൺവീനർമാരായ എസ്ലം പൊന്നുരുന്നി, ആർട്ടുമാൻ ജലീൽ, റിജാസ് സുപ്രഭാതം, സാനിഫ്, സൈഫുദ്ദീൻ തമ്മനം, ഫൈസൽ കങ്കരപ്പടി, ഫുഡ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ഹമീദ് ഹാജി, എം പി മുഹമ്മദ് ഹാജി, കെ പി അലി, കെ കെ അലി കൊല്ലംകുടി മുകൾ, വി എച്ച് അസീസ് ഹാജി, കുഞ്ഞു മുഹമ്മദ് കുട്ടമശ്ശേരി, അബ്ദുസലാം ഹാജി നേരത്തെ പറഞ്ഞു, കുഞ്ഞുമോൻ ഹാജി പഴങ്ങാടി, മുഹമ്മദ് അലി പള്ളിപ്പടി, അഡ്വക്കേറ്റ് മൊയ്തീൻ, ടി എ അബ്ദുൽ ഖാദർ ഹാജി തമ്മനം, പിന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരന്മാരെയും സഹോദരിമാരെയും വളരെ സന്തോഷപൂർവ്വം ഈ മഹത്തായ മദ്ഹുർ റസൂൽ സംഗമത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിനുവേണ്ടി സഹായിച്ച ഞങ്ങൾക്കല്ല ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും, ഇതിനുവേണ്ടി സംഭാവനകൾ അർപ്പിച്ച, സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച, അതുപോലെ നമ്മുടെ ഈ യോഗത്തിൽ എത്താൻ ഏറ്റിട്ടുള്ള നമ്മുടെ ജനപ്രതിനിധികളായ വി കെ ഇബ്രാഹിം കുഞ്ഞ് എം എൽ എ, അൻവർ സാദത്ത് എം എൽ എ, അഹമ്മദ് കബീർ എം എൽ എ, മുൻ എം എൽ എ എം യൂസുഫ്, അഡ്വക്കേറ്റ് നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുത്തലിബ് തുടങ്ങിയ ആളുകളെയും മഹത്തായ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ പരിപാടി രൂപത്തിലാകാൻ ഒരുപാട് ദിവസത്തെ ശ്രമങ്ങളുണ്ട്, പരിശ്രമങ്ങളുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞവരും പേര് പറയാത്ത ഒരുപാട് സ്വാഗത സംഘത്തിൻ്റെ ആളുകളും പ്രവർത്തകരും എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു രണ്ട് വീട്ടിലും വളരെയധികം ഈ സാമ്പത്തിക പ്രതിസന്ധിയുള്ള സമയത്തും അകമഴിഞ്ഞ് സഹായിച്ച് ഈ പരിപാടിക്ക് വേണ്ടി പടച്ചവനെ ആരെല്ലാം സഹായിച്ചോ സഹകരിച്ചോ അവരുടെ പേര് വിവരങ്ങളൊക്കെ അവരുടെ സംഖ്യകളുടെ വലുപ്പ ചെറുപ്പങ്ങൾ അറിയുന്ന പടച്ച തമ്പുരാന് അവർ നിന്റെ ദീനിനെ സഹായിക്കാൻ ഈ പ്രസ്ഥാനത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. അള്ളാഹു അവർക്ക് നീ അർഹമായതെല്ലാം കൊടുക്കണേ തമ്പുരാന്, ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാന്. അള്ളാഹുവെ, സമസ്ത എന്ന മഹത്തായ ഈ ആദർശ പ്രസ്ഥാനത്തെ എന്നും ഈ ഉമ്മത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി അതിൻ്റെ എല്ലാ നിലയിലുള്ള ഭദ്രതയോടുകൂടും അതിൻ്റെ ശ്രേയസ്സോടുകൂടിയും നിലനിർത്തണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ ഹ്രസ്വമായ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ നേരത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ മുത്തലിബ് അവറുകൾ എത്തിയിട്ടുണ്ട്. അവളെ നേരത്തെ സ്വാഗതം ചെയ്തു. വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. അൽഹംദുലില്ലാ. തങ്ങളുടെ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ നടക്കുന്നതാണ്.
الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد അധ്യക്ഷ ഭാഷണം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ IB ഉസ്മാൻ ഫൈസി ഉസ്താദുകളെ ആദരവ് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. وقد قال الله سبحانه وتعالى في محكم كتابه العزيز: بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العلي العظيم. ഏറ്റവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന കോഴിക്കോട് വലിയ ഖാദി പാണക്കാട് സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഈ ജില്ലയിൽ വളരെയേറെ കാലം സമസ്തയുടെ ആദർശ പ്രചരണം നടത്തിയ, വളരെയേറെ വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് സമസ്തയ്ക്ക് വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ച് ഒട്ടേറെ പ്രചരണം നടത്തിയ സമസ്ത കേന്ദ്ര മുശാവറ അംഗവും നമുക്കെല്ലാവർക്കും സുപരിചിതനുമായ എം മുഹിയുദ്ദീൻ ഉസ്താദ്, അതുപോലെ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഉന്നതരായ വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന ശ്രേഷ്ഠരായ ആളുകൾ, എന്തുകൊണ്ടും ഒരു സന്തോഷത്തിന്റെ ദിനമാണ് ഇന്ന്. മദ്ഹുർ റസൂൽ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ സംഗമവേദി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സമസ്ത എന്താണെന്നും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ മേഖലകളും മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഊർജം പകരുകയും ചെയ്തവരാണ് നമ്മളെല്ലാവരും. സമസ്ത എന്ന് പറയുമ്പോൾ
ഈ ഇരിക്കുന്ന നമുക്ക് ഇസ്ലാം എന്താണ് എന്ന് പരിചയപ്പെടുത്തി തന്നത് സമസ്തയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ശബ്ദമുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ കലിമത്തു തൗഹീദ് നാം മനസ്സിലാക്കിയത് സമസ്തയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ അത് അസത്യമാവുകയില്ല. എന്നും എക്കാലവും സമസ്തയുടെ കൊടിയുടെ കീഴിൽ നാം പ്രവർത്തിക്കുകയും അതിൻ്റെ വാഹകരായി മാറാൻ സന്നദ്ധമാവുകയും ചെയ്യുക. സമസ്ത ഒരു വടവൃക്ഷമാണ്. അതിൻ്റെ അമരത്തിരുന്നവരും അതിനെ നയിച്ചവരും അല്ലാഹുവിൻ്റെ ഔലിയാക്കളാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങി കഴിഞ്ഞ വാരം അന്തരിച്ച നമ്മളോട് വിട പറഞ്ഞ മഹാനായ കുമരംപുത്തൂർ ഉസ്താദ് വരെയുള്ള സമസ്തയുടെ പ്രസിഡന്റ്, സെക്രട്ടറിമാരുടെ നിരയെടുത്ത് പരിശോധിച്ചാൽ അവരെല്ലാവരും സൂഫിയാക്കളായിരുന്നു. അവരെല്ലാവരും അല്ലാഹുവിൻ്റെ ഔലിയാക്കളായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും സമസ്തയിലേക്ക് കടന്നു വന്നത്. അവരുടെ ജീവിതം വിശുദ്ധമാണ്. അവർ കാണിച്ച മാർഗവും വിശുദ്ധമായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ നീട്ടിപ്പരത്തി ഒരു അധ്യക്ഷ പ്രസംഗം നടത്തുന്നില്ല. അതിനോട് പറ്റിയ വേദിയുമല്ല. നമുക്ക് സമസ്തയിൽ അണിനിരക്കം. ഇവിടെ പറഞ്ഞു സമസ്തക്ക് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകണമെന്ന്. ഇന്ന് എല്ലാ ജില്ലകളിലും ആസ്ഥാന മന്ദിരങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം വളരെയേറെ വ്യാപിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായ എറണാകുളം ജില്ലയിൽ സമസ്തക്കൊരു കാര്യാലയം ഇല്ല എന്നത് വളരെ ദുഃഖിതമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് വാടക കെട്ടിടത്തിൽ നിന്ന് മാറ്റി അടുത്ത കൊല്ലം ഇതേ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരവും അതുപോലെയുള്ള ഇസ്ലാമിക പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേദിയാകാൻ പറ്റുന്ന മറ്റിതര സ്ഥാപനങ്ങളും നാം ഉണ്ടാക്കിയിരിക്കണം. അതിനുവേണ്ടി നാം ശ്രമിക്കണം. ഓരോരുത്തരും ഒത്തൊരുമിച്ച് പിടിച്ചാൽ, ഐക്യത്തോടുകൂടി നിന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു ആസ്ഥാന മന്ദിരമുറ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ സഹോദരന്മാർ നിൽക്കുന്നുണ്ട്. കസാര ഇപ്പോൾ വരും. സ്ത്രീകൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് അവിടെ ഇരിക്കാൻ സൗകര്യമുണ്ട്. അവിടെ ഇരുന്ന് ഞങ്ങൾ നിൽക്കാതെ ഇരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾ നിൽക്കുന്നുണ്ട്. കസാര ഇപ്പോൾ എത്തും. റഹ്മാനുറഹീമായ അല്ലാഹു നമ്മുടെ ഈ പരിപാടി എല്ലാ ഹൈറിലും വിജയത്തിലാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ വളരെ ആദരപൂർവ്വം ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد.
وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. شفيعنا رسول الله صلى الله عليه وسلم. جاءت لدعوته الأشجار ساجدة تمشي إليه على ساق بلا قدم. فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفم. وعلى أمة سيدنا ومولانا محمد. അഭിവന്ദരായ അധ്യക്ഷൻ, സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അബി ഉസ്മാൻ ഫൈലി അവരുടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം എം എം മഹിദ്ദീൻകുട്ടി മലയ അവരുടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം നമ്മുടെ ഈ മദർ റസൂൽ സംഗമത്തിൻ്റെ ചെയർമാനും കൂടിയായ US ഹസൻ ഫൈസി അവരുടെ, വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ, ഉമറാക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ്റെ ത്വാഅത്തിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തരുമാറാവട്ടെ. സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച മദ്ഹർ റസൂൽ സംഗമം സലാത്ത് മജ്ലിസിലുമാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. ഹബ്ബുൻ നബി ഹബ്ബുൽ വത്തൻ എന്ന പ്രമേയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി ഈ വലിയ ഈ സംഗമം അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു വലിയ ആത്മീയമായ ഒരു സദസ്സായി നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നൽകുമാറാവട്ടെ. അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഉൽ അവ്വൽ മാസത്തിലാണ് അവിടുത്തെ മദ്ഹ് പറയാൻ വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഏതൊരു മനുഷ്യൻ്റെയും
മുസ്ലിമായ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ വളരെയധികം സന്തോഷം നിറയുന്ന ഒന്നാണ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം എന്നുള്ളത്. അതിൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ ഊന്നിയാൽ നമുക്കത് ബോധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മദ്ഹുകൾ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ ധാരാളം പ്രതിപാദിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, തങ്ങളെ ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ ഞാൻ അയച്ചിട്ടില്ല എന്ന്. ലോകത്തിന് കാരുണ്യമായി അയക്കപ്പെട്ട ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാത്രമല്ല, ആലമെന്ന് പറഞ്ഞാൽ അല്ലാഹുവൊഴികെ മാസിവൽ ഭാരി, അല്ലാഹുവൊഴികെ മറ്റെല്ലാം എല്ലാത്തിനും പറയുന്നതാണ് ആലമെന്നുള്ളത്. ഇവിടെ മനുഷ്യർക്കും മലക്കുകൾക്കും അതുപോലത്തെ ജിന്നുകൾക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും എല്ലാറ്റിനും അനുഗ്രഹമായി, ലോകത്തിന് അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവിടേക്ക് നിയോഗിച്ചു. തങ്ങളെ ഇങ്ങോട്ട് നിയോഗിക്കുമായിരുന്നില്ലെങ്കിൽ അവിടത്തെ പടക്കാൻ ഉദ്ദേശിക്കുമായിരുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും തന്നെ പടക്കുമായിരുന്നില്ല. ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്. നബിയെ, തങ്ങളെ ഞാൻ പടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല, ഒരു ഗോളങ്ങളെയും സൃഷ്ടിക്കുമായിരുന്നില്ല. അപ്പോൾ തങ്ങളെ പടച്ചതുകൊണ്ടാണ്, അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ചതുകൊണ്ടാണ്
അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിച്ചതുകൊണ്ടാണ് നമ്മെ അല്ലാഹു എല്ലാം സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവാണ്, ലോകത്തിൻ്റെ നേതാവാണ്. നമ്മുടെ ജീവനേക്കാൾ നാം സ്നേഹിക്കേണ്ടത് അവിടുത്തെയാണ്. അവിടുന്ന് നമ്മുടെ റൂഹിയായ അബുൽ അർവാഹാണ്, റൂഹിയായ പിതാവാണ്. അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം നമ്മുടെ മനുഷ്യ പിതാവാണ്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു. ആ ആദം നബി അലൈഹിസ്സലാമിൻ്റെയും റൂഹിയായ പിതാവ്, ആദം നബി അലൈഹിസ്സലാമിൻ്റെയും റൂഹിയായ പിതാവ് അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചതും അവിടുത്തെ ഒളിവനെയായിരുന്നു. അവിടുന്ന് പറഞ്ഞു, അവ്വലു മാ ഖലഖല്ലാഹു തആല നൂരി. ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് എൻ്റെ ആ ഒളിവ്. അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ച ആ ഒളിവ് അല്ലാഹുവിന് വർഷങ്ങളോളം സുജൂദ് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദേശത്ര വർഷങ്ങളോളം അല്ലാഹുവിന് സുജൂദിനായി കിടന്നു. ആ ഒളിവിൽ നിന്നാണ് മറ്റെല്ലാം അല്ലാഹു സൃഷ്ടിച്ചത്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചപ്പോൾ ആ നൂറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിൽ നിക്ഷേപിച്ചു. അപ്പോൾ ആദം നബി അലൈഹിസ്സലാമിൻ്റെയും റൂഹിയായ പിതാവ് അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ഞാനെന്ന ആ വിചാരത്തോടുകൂടെ, ഭാവത്തോടുകൂടെ, മനുഷ്യനെന്ന ആ ബോധത്തോടുകൂടെ നടക്കുന്നത്, ചലിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ അവിടുത്തെ റൂഹ് നമ്മിൽ ഉള്ളതുകൊണ്ടാണ്. അവിടുത്തെ റൂഹിൻ്റെ ആ ഭാഗം നമ്മിലുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ മനുഷ്യരായി ആ ബോധത്തോടുകൂടെ, ആ ചിന്തയോടുകൂടെ, ആ ഭാവത്തോടുകൂടെ നമ്മളിവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവനേക്കാൾ നാം അങ്ങേയറ്റം ആദരവ് കൊടുക്കേണ്ടത് നമ്മെ പടക്കാൻ കാരണഭൂതരായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അങ്ങനെ അങ്ങേയറ്റം ആദരവ് കൊടുക്കുമ്പോഴേ നമ്മൾ യഥാർത്ഥമായ മുഅ്മിനാവുകയുള്ളൂ. അവിടെ നമ്മെ പഠിപ്പിച്ചു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി. നിങ്ങളിൽ ഓരോരുത്തരും പരിപൂർണമായ മുഅ്മിനാവുകയില്ല. ഏതുവരെ തൻ്റെ സ്വന്തം ശരീരത്തെക്കാളും, തൻ്റെ മാതാപിതാക്കളെക്കാളും, ഭാര്യ സന്താനങ്ങളെക്കാളും, ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാളും എന്നിലേക്ക് അവൻ ഇഷ്ടം വെക്കുന്നത് വരെ, എന്നെ അവൻ സ്നേഹിക്കുന്നത് വരെ നിങ്ങളൊരാളും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ലെന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഹബ്ബ് വെക്കുക. ആ ഹബ്ബ് നമ്മൾ എങ്ങനെ ഹബ്ബ് വെക്കണം, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, ആ സ്നേഹപ്രകടനം എങ്ങനെയാണ്? ഇതൊരു സ്നേഹപ്രകടനമാണ്. അവിടുത്തെ ഗുണങ്ങൾ പറയുക, ഗുണഗണങ്ങൾ പറഞ്ഞിരിക്കുക, അത് ഗദ്യമായും പദ്യമായുമൊക്കെ പറയുന്നത് അതൊരു മദ്ഹാണ്. ആ മദ്ഹ് അതും ഹബ്ബിൻ്റെ ഭാഗമാണ്. അതുപോലെ ഹബ്ബ് അവിടെ നിന്ന് പറഞ്ഞു, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ,
അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ ഇഷ്ടപ്പെട്ടവൻ എന്നോടുകൂടെ സ്വർഗത്തിലാണെന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഹബ്ബ് അവിടുത്തെ തിരുചര്യ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവിടുന്ന് നമുക്ക് കാഴ്ചവെച്ചു തന്ന പരിശുദ്ധമായ ആ ജീവിതം, അത് നമ്മുടെ ജീവിതം അവിടുത്തെ ജീവിതത്തോട് അനുകരിച്ചുകൊണ്ട് അവിടത്തോട് എല്ലാ നിലക്കും അവിടുത്തെ പ്രവർത്തനങ്ങളിലും അവിടുത്തെ വാക്കുകളിലും അവിടുത്തെ അവസ്ഥാന്തരങ്ങളിലുമൊക്കെ നാം അനുകരിക്കുക. അപ്പോഴേ നമുക്ക് അള്ളാഹുവിൻ്റെ സ്നേഹമുണ്ടാവുകയുള്ളൂ. നമുക്ക് അള്ളാഹുവിൻ്റെ ആ മഹബത്ത് നമുക്ക് ലഭ്യമാകണമെങ്കിൽ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കണം. അവിടുത്തെ നമ്മൾ ഇത്തിബാ ചെയ്യണം. അള്ളാഹു പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ തങ്ങൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ അനുഗമിക്കുക. എന്നാൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുകരിക്കുക. അപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന അള്ളാഹുവിൻ്റെ പ്രീതിയാണ്. അപ്പം നമുക്കൊരുപാട് ആദരവും ബഹുമാനവും ഉണ്ടാവും. നമ്മെ അള്ളാഹു സ്നേഹിക്കും. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം. ആദം നബി അലൈഹി സ്വലാമിൻ്റെ സന്തതികളെ അഥവാ മനുഷ്യരെ നാം ബഹുമാനിച്ചു. എന്തുകൊണ്ടാണ് നമ്മെ ആദരിച്ചത്? പലതും പല കാരണങ്ങളും അതിൽ പറയുന്നുണ്ട്. അക്കല് കൊണ്ട് നമ്മെ ബഹുമാനിച്ചു. നമുക്ക് ബുദ്ധിശേഷിയുണ്ട്, ബുദ്ധിശക്തിയുണ്ട്, വിവേകമുണ്ട്. എന്നാൽ ഏറ്റവും വലിയ കാരണം അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനായതുകൊണ്ടാണ്. വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ അള്ളാഹു ബഹുമാനിക്കാനുണ്ടായ കാരണം ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനായതുകൊണ്ടാണ്. അപ്പോൾ നാം അതിരറ്റ് ആദരവും ബഹുമാനവും നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ശരീരത്തെക്കാൾ നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കളെക്കാളൊക്കെ നാം അതിരറ്റ് സ്നേഹിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക, അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുക. അങ്ങനെ അവിടുന്ന് നമുക്ക് കാഴ്ചവെച്ചു തന്ന പരിശുദ്ധമായ ശരീഅത്ത്, ആ ശരീഅത്തനുസരിച്ച് ജീവിച്ച് അവിടുത്തെ സ്വഭാവമായ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെയും സ്വഭാവമാക്കാൻ നാം ശ്രമിക്കുക, കഠിനാധ്വാനം ചെയ്യുക. അവിടുത്തെ സ്വഭാവം പരിശുദ്ധമായ ഖുർആനായിരുന്നു. അവിടുത്തെ സ്വഭാവത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹായോട് ചോദിക്കപ്പെട്ടു, എന്തായിരുന്നു അവിടുത്തെ സ്വഭാവം? അവിടുന്ന് പറഞ്ഞു, അവിടുത്തെ സ്വഭാവം പരിശുദ്ധമായ ഖുർആനായിരുന്നു. ആ ഖുർആനിന്റെ വിധിവിലക്കുകൾ അത് അക്ഷരം പതി, അതിന് വെള്ളിക്കും പുള്ളിക്കും വ്യത്യാസപ്പെടാതെ ജീവിച്ച് കാണിച്ചു തന്നവരായിരുന്നു ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വഹാബത്ത് പഠിച്ചു, താബിയിലേക്ക് പകർന്നു, താബിയങ്ങൾ താബിയിലേക്ക് പകർന്നു. അങ്ങനെ പരമ്പരാഗതമായി നമ്മിലേക്ക് പകർന്നു കിട്ടിയ ആ പരിശുദ്ധമായ ദീൻ, ആ പരിശുദ്ധമായ ഖുർആൻ, അവിടുത്തെ തിരുചര്യ, അത് അനുകരിക്കുക. അതേ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുള്ളൂ. അത് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ സ്വലാത്തിനെ നമ്മൾ ആഹ്വാനം ചെയ്യുന്ന ആയത്തിൽ
അതിൻ്റെ ആ സ്വഭാവം മനസ്സിലാക്കിയാൽ തന്നെ മതി എന്താണ് ഇതിൻ്റെ വിഷയമെന്നത്. അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. സത്യവിശ്വാസികളെ നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലുവീൻ എന്ന ആ നമ്മോടുള്ള ആഹ്വാനം അതായതുകൊണ്ട് നമ്മൾ ഈ യുഗത്തിൽ ജീവിക്കുന്നവർ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലൂടെ നമ്മളിങ്ങനെ കണ്ണോടിച്ച് നോക്കുമ്പോൾ മുസ്ലിങ്ങളായ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലക്കും നമ്മൾ തകർന്ന് പോകുന്നൊരവസ്ഥയിലേക്ക് അതാ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പല നിലക്കും പല കാഴ്ചകളും കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മളായി ജീവിക്കുക, നമ്മളായി തഖ്വയോടുകൂടെ ഈമാനികമായ ആ ചഞ്ചലമായ ആ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ചുകൊണ്ട് നമ്മളായി ജീവിക്കുക. നമുക്ക് കാഴ്ചവെച്ചു തന്ന ആ പരിശുദ്ധമായ ദീനിന്റെ പന്ഥാവിലൂടെ നമ്മൾ ചലിക്കുക. ഇന്ന് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഒരുപാട് രോഗങ്ങൾ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പല പുതിയ പുതിയ രോഗങ്ങൾ, മാനസികമായ പിരിമുറുക്കങ്ങൾ, പ്രയാസങ്ങൾ. എവിടെ ചെന്നാലും ആർക്കും പറയാനുള്ളത് പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്. ഇതിനൊക്കെ കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ തിരുസുന്നത്തിൽ നിന്ന് അകന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തിരുസുന്നത്തിൽ നിന്ന് അകന്ന കാരണം ശാരീരികമായി നമുക്കൊരുപാട് രോഗങ്ങളുണ്ടായി. ആ തിരുസുന്നത്തിൽ നിന്ന് അകന്നത് കാരണം മാനസികമായ ഒരുപാട് പിരിമുറുക്കങ്ങളും നമുക്കുണ്ടായി. നമ്മുടെ പൂർവികന്മാർ അവരുടെ ജീവിതം വളരെ സംശുദ്ധമായിരുന്നു. നമ്മുടെ ഉലമാക്കൾ, പണ്ഡിതന്മാർ, സദാത്തുക്കൾ, അവരുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ഹറാമ് വരുമോ എന്ന പേടികൊണ്ട് ഹലാലിനെ ഒഴിവാക്കിയ നമ്മുടെ പണ്ഡിതന്മാർ ഇങ്ങനെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച ആ ജീവിതം, അവരുടെ ജീവിതം മുൻഗാമികൾ അവർക്ക് കൈമാറിയതാണ്. അവരുടെ മുൻഗാമികൾ കൈമാറിയതാണ്. അങ്ങനെ എത്തുന്നത് അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. അപ്പൊ അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിരുന്ന നമ്മുടെ മുൻഗാമികളുടെ ആ ശരീരയിൽ നിന്ന്, തിരുസുന്നത്തിൽ നിന്ന് അകന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. അപ്പം ആയതുകൊണ്ട് നമ്മളായി ജീവിക്കുക, പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാഴ്ചവെച്ചു തന്ന ആ ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കുക. അള്ളാഹുവിൻ്റെ ഒരു അടിമയാണെന്ന ആ ബോധത്തോടുകൂടെ അള്ളാഹു നമുക്ക് നൽകിയ ആ നിഅമത്തിനൊക്കെ ശുക്ർ ചെയ്തുകൊണ്ട് ഒരു സാധുവായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ കരുണയുണ്ടാകും. ആയതുകൊണ്ട് ഞാൻ നീട്ടുന്നല്ല, നമ്മുടെ ഈ മജ്ലിസ് മദ്ഹുർ റസൂലിൻ്റെ മജ്ലിസാണ്. അവിടുത്തെ മദ്ഹ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട ബുസരി ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് ബുർദ രചിച്ചപ്പോൾ
മഹാനവറുകൾ തനിക്ക് പിടിപെട്ട ഒരു രോഗം കാരണം അവിടുത്തെ മദ്ഹ് രചിക്കാൻ നേർച്ചയാക്കുകയുണ്ടായി. അങ്ങനെ മദ്ഹ് രചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുർദയിൽ അദ്ദേഹം അങ്ങനെ ഇരടികൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജിതദം അൻജറാ മിൻ മുഖലത്തിൻ ബിദമി എന്ന് തുടങ്ങുന്ന ആ ഇരടികളങ്ങനെ രചിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഏത് മദ്ഹാണ്, എത്രയാണ് മദ്ഹ് പറയാൻ, അത് ആരെക്കൊണ്ടും സാധ്യമല്ല. മഹാനവറുകൾ അതിന് ഇറങ്ങിയ അവസരം, അങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഒരു സമുദ്രത്തിൻ്റെ കരയിലൂടെ സഞ്ചരിക്കുമ്പോൾ, കടലിൻ്റെ വക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലതാ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുകയാണ്. ഒരു പക്ഷി വന്നുകൊണ്ട് സമുദ്രത്തിൽ പോകുന്നു. ആ പക്ഷിയുടെ കൊക്കിൽ നിന്ന് ആ കൊക്കിലതാ ചുണ്ടിൽ വെള്ളം കോരിയെടുത്ത് കരയിൽ ഒഴിക്കുകയാണ്. വീണ്ടും ആ പക്ഷി വീണ്ടും കടലിലേക്ക് പോകുന്നു. വീണ്ടും വെള്ളം എടുത്തുകൊണ്ട് കരയിലൊതുക്കുന്നു. ഇത് കണ്ടപ്പോൾ അദ്ദേഹം അവിടെ നിന്നുപോയി. അദ്ദേഹം വലിയ കറാമത്തിനുടമയായ മഹാനായ ഒരു വലിയായിരുന്നു ബുസ്രി ഇമാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആ പക്ഷിയോട് സംസാരിച്ചു, എന്താണ് നീ ചെയ്യുന്നത്? ആ പക്ഷി പറഞ്ഞു, ഞാൻ ഈ കടലിലെ വെള്ളം വറ്റിക്കുകയാണ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, കടലിലെ വെള്ളം വറ്റിക്കുകയോ? അതെ, ഞാൻ കടലിലെ വെള്ളം വറ്റിക്കുകയാണ്. എനിക്കെങ്ങനെ സാധിക്കും കടലിലെ വെള്ളം വറ്റിക്കാൻ? എൻ്റെ ഈ ചെറിയ ഒരു ചുണ്ടുകൊണ്ട് ഒരു തുള്ളി വെള്ളം മാത്രമേ കടലിൽ നിന്ന് വരുന്നുള്ളൂ. നീ എത്ര കാലം ഇതെങ്ങനെ വറ്റിക്കാൻ സാധിക്കും? എനിക്ക് സാധ്യമല്ലല്ലോ. ആ പക്ഷി തിരിച്ചു ചോദിച്ചു, നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന ഈ കാര്യമുണ്ടല്ലോ, അതിനേക്കാൾ വേഗത്തിൽ എനിക്കത് സാധിക്കും. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തിയുണ്ടല്ലോ, അഥവാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് രചിച്ചുകൊണ്ട് അവിടുന്ന് അത് മദ്ഹ് രചിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇതിന് സാധ്യമാക്കും. പിന്നീട് അദ്ദേഹം വന്നുകൊണ്ട് രചിച്ചത് ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുജിബ അൻഹു നാതികും ബിഫമി. ഒരാൾക്കും സാധ്യമല്ല ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠത ഒരാൾക്കും അത് പറഞ്ഞവസാനിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ആ ഇരടികൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. അപ്പം എത്ര തന്നെ പറഞ്ഞാലും തീരാത്ത ആ മദ്ഹ് അത് നമ്മൾ പറയുകയും അത് ഗദ്യമായും പദ്യമായുമൊക്കെ അത് നമ്മൾ പഠിപ്പുകയറ്റുക വലിയ പുണ്യമുള്ള അമലാണ്. നമുക്ക് നമ്മളായി ഇവിടെ ജീവിക്കുന്നത്, നമ്മളായി ഇവിടെ ലോകം തന്നെ പടക്കാൻ കാരണം അവിടുത്തെ ആ വരവാണ്. ആയതുകൊണ്ട് നമ്മളൊക്കെ അവിടുത്തെ ആ ജീവിതം അനുകരിച്ചുകൊണ്ട് ദീനിൻ്റെ ചട്ടക്കൂട്ടിലായി ജീവിച്ചുകൊണ്ട് ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള കൃഷിയിടം പരിപോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവിടുത്തെ ഷഫാഅത്ത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടത്തേക്ക് കൂടുതൽ സലാത്തുകൾ ചെല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സദുദ്ദേശവും അല്ലാഹു സഫലമാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളും ഷിഫയാക്കുമാറാവട്ടെ.
നമ്മുടെ ജോലിയിലും കൃഷിയിലും കച്ചവടത്തിലും അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മെ ഏവരെയും അല്ലാഹു അവൻ്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന പരിശുദ്ധമായ തിരുവാക്യത്തിൽ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ ആസ്ഥാനം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ആദ്യ പടിയെന്നോണമുള്ള ഫണ്ട് ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഖുർആൻ സ്റ്റഡി സെന്ററിൻ്റെ ജില്ലാ കാര്യദർശി ബഹുമാനപ്പെട്ട MB മുഹമ്മദ് സാഹിബ് ആദ്യ ഫണ്ട് ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ ഖാളി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് നാസർ അബ്ദുൽ ഹയ്യ് ശിഹാബ് തങ്ങൾക്ക് കൈമാറി ഈ ചടങ്ങിൽ നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും. അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പെയ്തിറങ്ങുന്ന ഒരു സദസ്സ്. പണ്ഡിതന്മാർ, മുത്തഅല്ലിമീങ്ങൾ, ഉമറാക്കൾ, സത്യവിശ്വാസികൾ, സാലിഹ്യങ്ങൾ, സഹോദരിമാർ, കൊച്ചുമക്കളൊക്കെ അടങ്ങിയ വളരെ മഹനീയമായൊരു സദസ്സാണ്. ഈ വർഷം ഇനി ഇതുപോലെ ഒരു സദസ്സ് ഒരുപക്ഷെ നമ്മൾക്ക് സാന്നിധ്യമരുളാൻ സാധിച്ചെന്ന് വരില്ല. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകും. അതുകൊണ്ട് തന്നെ ഈ സദസ്സിൽ വെച്ച് നിങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് നാസർ ഹയ്യ് ശിഹാബ് തങ്ങളുടെ തൃക്കരങ്ങൾ കൊണ്ട് നമ്മൾ കാലങ്ങളായി ആഗ്രഹിക്കുന്ന നമ്മുടെ ലക്ഷ്യ സാഫല്യത്തിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ പടിയെന്നാണ് സമസ്തക്ക് ഒരു കാര്യാലയം സ്വന്തം എന്ന മഹത്തായ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ബഹുമാന്യനായ സെക്രട്ടറി MB മുഹമ്മദ് ഹാജി 1,00,000 രൂപ ഈ മഹത്തായ സംവിധാനത്തിലേക്ക്, ഈ സംരംഭത്തിലേക്ക് അദ്ദേഹം ഓഫർ ചെയ്യുകയും അതിൻ്റെ ആദ്യ ഗഡു ബഹുമാനപ്പെട്ട തങ്ങളവർകളെ ഏൽപ്പിക്കുകയാണ്. കാലങ്ങളായി നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് കഴിഞ്ഞ 1-2 യോഗത്തിൽ ബഹുമാനപ്പെട്ട MB മുഹമ്മദ് സാഹിബ് ആണ് ഇതിലേറ്റവും കൂടുതൽ ജാഗ്രതയോടെ, ആത്മാർത്ഥതയോടെ മുന്നോട്ട് വരികയും ആദ്യ ഫണ്ട് അദ്ദേഹം തന്നെ കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളെ ഏൽപ്പിക്കുന്ന ഈ ഫണ്ടിലേക്ക് ഇനിയും ഈ സദസ്സിൽ നിന്ന് സമ്പന്നരായ, ഉദാരമനസ്കരായ, സമസ്തയെ പിന്തുണക്കുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ് ഇവിടെ കൂടിയിട്ടുള്ള ഈ സഹോദരങ്ങൾ മുഴുവനും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ സംരംഭത്തിലേക്ക് ഇനിയും നിങ്ങൾക്ക് പങ്കാളിയാകാം. ഇനിയും നിങ്ങൾക്ക് ഇതിലെ ഒരു സംഖ്യ കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കിതിൽ പങ്കാളിയാകാനുള്ള അവസരമുണ്ട്. ഇതുപോലൊരു മഹനീയ സദസ്സിന് ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിത്തം നിർബന്ധമായും ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MB മുഹമ്മദ് സാഹിബിനെ അത് കൊടുക്കുന്നതിനും ബഹുമാനപ്പെട്ട തങ്ങൾ അത് ഏറ്റുവാങ്ങുന്നതിനും വേണ്ടി ആദരപൂർവ്വം നിങ്ങളുടെ മഹനീയമായ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് കൊടുക്കുകയാണ്, ക്ഷണിക്കുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മത, സാമൂഹ്യ, വിദ്യാഭ്യാസ, ജീവകാരുണ്യ രംഗങ്ങളിൽ പ്രഭ ചൊരിഞ്ഞ് 90 വർഷക്കാലമായി ജൈത്രയാത്ര തുടരുന്ന സമസ്ത പിന്നിട്ട 90 വർഷക്കാലത്തെ ചരിത്രത്തിലേക്ക് ഒരെത്തിനോട്ടം. അത് സമസ്ത ചരിത്രത്തിൻ്റെ നാൾവഴികൾ
എന്ന പുസ്തകം എറണാകുളം ജില്ലാ മദ്ഹുർ റസൂൽ യോഗത്തിൽ വെച്ച് ജില്ലാതല വിതരണോദ്ഘാടനം മഹനീയ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ മദ്ഹുർ റസൂൽ സ്വാഗത സംഘം ചെയർമാൻ ബഹുമാനപ്പെട്ട കേന്ദ്ര മുഷാവറ അംഗം ES അസം ഫൈസിക്ക് നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ ഖാളി പാണക്കാട് സയ്യിദ് നാസർ അബ്ദുൽ ഹയ്യ് ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. അതിനായി ബഹുമാനപ്പെട്ട തങ്ങളവറുകളെയും ഏറ്റുവാങ്ങുന്നതിനായി ഹസം ഫൈസി ഉസ്താദ് അവറുകളെയും ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വാഫിയ കോളേജിന്റെ പുതിയ കലണ്ടർ പുറത്തുണ്ട്, എല്ലാവരും ഓരോന്ന് വാങ്ങണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ പറഞ്ഞ സംരംഭത്തിലേക്ക് ആരെങ്കിലും സംഭാവന ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ വാളണ്ടിയേഴ്സുമായി ബന്ധപ്പെട്ട് ആ കാര്യം സ്റ്റേജിൽ അറിയിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്തതായി മദ്ഹുർ റസൂൽ സംഗമത്തിന് ആശംസ അറിയിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ സമാദരണീയനായ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട BA അബ്ദുൽ മുത്തലിബ് സാഹിബ് സംസാരിക്കുന്നു. അതിനായി സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജനാബ് IB ഉസ്മാൻ ഫൈസി, ഈ ധന്യമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആദരണീയനും ബഹുമാന്യനുമായ പാണക്കാട് സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ വലിയ ഖാളി കോഴിക്കോട് അവർകളെ, ബഹുമാന്യനായ ഉസ്താദ് MM മുഹിയുദ്ദീൻ മൗലവി, ആലുവയുടെ MLA ശ്രീ അൻവർ സാദത്ത്, സ്വാഗത സംഘ ചെയർമാൻ ശ്രീ ജനാബ് ES ഹസൻ ഫൈസി, വേദിയിലെ ഏറ്റവും ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പുണ്യമാസത്തിൽ സഹോദരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഗീതം പൊഴിച്ചുകൊണ്ട് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മദ്ഹൂർ റസൂൽ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ തകർക്കാൻ കഴിയാത്ത തരത്തിൽ കേരളക്കരയാകമാനം പടർന്നു പന്തലിച്ച് മാനവിക ഐക്യതയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമോദിക്കൊണ്ട് ജനമനസ്സുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ പ്രസ്ഥാനം നമ്മുടെ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവരുടെയും അധസ്ഥിതരുടെയും ഉന്നമനത്തിനു വേണ്ടി നിതാന്തമായ പരിശ്രമം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നും ഒരു സഹയാത്രികനായി അത്യധികം ആഹ്ലാദത്തോടെ പങ്കെടുക്കുന്നവരാണ് ഞങ്ങളൊക്കെ. കാരണം ഞങ്ങൾക്കൊക്കെ മാതൃകയാണ്. പൊതുസമൂഹത്തെ സേവിക്കാനുള്ള, നാടിൻ്റെ യശസ്സിനും അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്തേജനം, അതിനുള്ള ആർജവം എന്നും സമസ്തയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാത പിന്തുടരാനും ഇതൊരു മാതൃകയായി കൊണ്ടുപോകാനും എന്നും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും, ഇതിനൊരു ആസ്ഥാനമില്ല എന്നറിയുന്നത് ഞാനിപ്പോഴാണ്. ആസ്ഥാനം എത്രയും വേഗം വേണം. ആ ആസ്ഥാനം പണിയാൻ ഞങ്ങൾ ആകുന്ന തരത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും
അതിന് പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്ഹുർ റസൂൽ സംഗമത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും സഹായിയായി നിന്നിട്ടുള്ള ആലുവയുടെ പ്രിയങ്കരനായ MLA അൻവർ സാദത്ത് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ IB ഉസ്മാൻ ഫൈസി അവர்களെ, പ്രിയങ്കരനായ ഉദ്ഘാടകൻ പാണക്കാട് സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ അവர்களെ, ബഹുമാനായ MM മൊഹീദ്ദീൻ മൗലവി അവர்களെ, ES ഹസൻ ഫൈസി അവர்களെ, പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ മുത്തലിബ് അടക്കം മറ്റ് വേദിയിലിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ, ബഹുമാനായ ഡോക്ടർ അബ്ബാസ് അടക്കമുള്ള മഹത് വ്യക്തികളൊക്കെ ഈ സ്റ്റേജിലും സദസ്സിലും എല്ലാവരും ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായാലും മദ്ഹുർ റസൂലിനെ കുറിച്ച് പറഞ്ഞാലും തീരാത്ത അത്തരം കാര്യങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. എനിക്കൊക്കെ എത്രയോ വിജ്ഞാനം അതിലൊന്നുമില്ല. വിജ്ഞാനമുള്ള പണ്ഡിതശ്രേഷ്ഠരും തങ്ങളടക്കമുള്ള ആളുകളൊക്കെ നിങ്ങളോട് സംസാരിച്ചു, ഇനിയും സംസാരിക്കാനുണ്ട്. റസൂലിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യാഥാർത്ഥ്യമാക്കിയാൽ എത്രമാത്രം നമ്മൾ ദീനിനോട് അടുക്കാൻ ആഗ്രഹിക്കുന്നു അത്രമാത്രം ദീനിനോട് നമുക്ക് അടുക്കാൻ സാധിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ദീനിനെക്കുറിച്ച് അദ്ദേഹം പറയുകയല്ല, പ്രവർത്തിച്ചു കാണിച്ചു നമ്മളെ. അതാണ് അതിൻ്റെ ഇസ്ലാം എന്താണ് പറഞ്ഞിരിക്കുന്നത്, അള്ളാഹു പടച്ച തമ്പുരാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അത് നമ്മളെ കാണിച്ചു തരികയാണ്. അല്ല പ്രവൃത്തിയല്ല, വാക്കുകളല്ല, പ്രവർത്തിച്ചു നമ്മളെ കാണിച്ചു തന്നു. അതാണ് ഞാൻ പറഞ്ഞ അള്ളാഹു അള്ളാഹു എന്താണ് പറഞ്ഞത് അത് അച്ചിട്ട് നമ്മളെ പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ ഇന്നത്തെ പുതിയ തലമുറ അദ്ദേഹത്തെ റോൾ മോഡലാക്കിയെടുക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. കാരണം ഇന്ന് പുതിയ തലമുറ അത് മുസൽമാനെന്ന് വ്യത്യാസമില്ലാതെ ഇന്ന് പുതിയ തലമുറ ആധുനിക യുഗം എന്ന് പേരഞ്ഞുകൊണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞ കാട്ടിക്കാട്ടുന്ന കോപ്രായങ്ങൾ. ഇന്ന് നമ്മുടെ പുതിയ തലമുറ സത്യത്തിന് വിരുദ്ധമായി തെറ്റായ പ്രവണതയിലേക്ക് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെടുമ്പോൾ, പേരുകൾ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞാനും നിങ്ങളും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, കാണാൻ ആഗ്രഹിക്കാത്ത, മനസ്സുപോലുകൊണ്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത, ചിന്തിപ്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ളതാണ് ചിലപ്പോൾ മുസ്ലിം സഹോദരങ്ങളെ കുറിച്ച് ഞാനും നിങ്ങളും ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും നമ്മൾ കാണുന്നത്. ഇതാണോ നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഇസ്ലാം നമ്മൾ അതാണ് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ അതാണ് പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ തെറ്റായ വഴിയിലൂടെ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ മുസ്ലിം സമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ആ വരുന്ന തലമുറ ഈ സമൂഹത്തെ നയിക്കേണ്ടത്, നാളെ ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് വരുന്ന തലമുറക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആ പ്രിയപ്പെട്ട പുതിയ തലമുറയെ നേർവഴിക്ക് സത്യസന്ധതയോടുകൂടി അൽ-അമീൻ അഥവാ വിശ്വസ്തൻ എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വസ്തതയോടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ നമ്മുടെ പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അത് പലപ്പോഴും സമസ്ത ഏറ്റെടുക്കുന്നുണ്ട്, സമസ്തയിലെ പണ്ഡിതന്മാർ ഏറ്റെടുക്കുന്നുണ്ട്, സമസ്തയിലെ ഓരോ പ്രവർത്തകർ ഏറ്റെടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ ഞങ്ങൾക്ക് പോലും അത് സാധിക്കുന്നില്ല, ആ തലമുറയെ ആ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ സമസ്തയുടെ പ്രവർത്തനം, സമസ്തയുടെ യുവജന സംഘടനകൾ, സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനകൾ ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ നല്ല ദിശയിലേക്ക് നയിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് അല്ലാഹു സർവശക്തൻ അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല.
നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നു. ഇന്ന് ഈ രാജ്യത്ത് നമുക്കറിയാം ചില ഫാസിസ്റ്റ് ശക്തികൾ ഇസ്ലാമിനെ മോശമാക്കാൻ ശ്രമിക്കുകയാണ്. ഇസ്ലാമിനെ പലപ്പോഴും അത് തെറ്റായ വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ രാജ്യത്തും ലോകത്തും ഇസ്ലാമിന് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതൊരു പരിധിയും ഇസ്ലാം നാമധാരികൾ നടത്തുന്ന ചില പ്രവൃത്തിയും അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാം നാമധാരി എന്ന് പറയുള്ളൂ. ഇന്ന് തീവ്രവാദവും ഭീകരവാദവും നടത്തുന്നതൊക്കെ ഇസ്ലാം നാമധാരികളെന്ന് ഞാൻ പറയുള്ളൂ. IS-നെ പോലുള്ള അങ്ങനെയുള്ള ചില സംഘടനകൾ ലോകത്ത് തന്നെ ഇസ്ലാമിന് അഭിമാനമായി നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അവർ യഥാർത്ഥ ഇസ്ലാമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് ഒരിക്കലും തീവ്രവാദിയോ ഭീകരവാദിയോ ആവാൻ സാധിക്കില്ല. ഇസ്ലാമിനെ കരുതി ചേർക്കുവാൻ ചില ശക്തികൾ ശ്രമിക്കുമ്പോൾ അതിന് പൊൻതൂവൽ കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ് ഇങ്ങനെയുള്ള ശക്തികൾ ഇസ്ലാമിനെ വികൃതമായി കാണിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഏർപ്പെടുന്നത്. അതിനെതിരെ ശക്തമായ നിലപാടെടുക്കണം. ഈ രാജ്യത്ത് ചില ശക്തികളും ഇതുപോലെ തന്നെ ഇസ്ലാമിനെ വിരുദ്ധമാക്കാൻ ശ്രമിക്കുന്നു. ചില സംഘടനകൾ, ചില വ്യക്തികൾ, കേന്ദ്ര ഗവൺമെന്റ് പോലും സ്പോൺസേഡായി ചില പ്രവൃത്തികൾ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരിക്കലും അനുവദിച്ചുകൂടാ. അത് പ്രത്യേകിച്ചും നമ്മൾ താമസിക്കുന്ന രാജ്യം എത്രയോ പവിത്രമായ രാജ്യമാണ് പ്രിയപ്പെട്ടവരെ. ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യത്താണ്. ഈ ജനാധിപത്യ മതേതരത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്ത് എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചു പോകുന്നത്. എല്ലാ മതങ്ങൾക്കും മതാനുഷ്ഠാനങ്ങൾ നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ രാജ്യത്ത്. അങ്ങനെയുള്ള രാജ്യത്ത് ഇന്നിപ്പോൾ നമുക്ക് ചില വ്യക്തികൾ, കഴിഞ്ഞ ദിവസം ഒരു സാഹിത്യകാരൻ പറഞ്ഞു കേട്ടു, ഇന്ന് രാജ്യസ്നേഹത്തിന്റെ ഒരു കാർഡ് ഇന്ന് നമ്മുടെ പോക്കറ്റിൽ കൊണ്ടുനടക്കേണ്ട അവസ്ഥയാണെന്ന് നമ്മുടെ രാജ്യത്ത് ചില ശക്തികൾ പറഞ്ഞു കൊണ്ടുനടക്കുമ്പോൾ അവന് മാത്രമേ രാജ്യസ്നേഹികളുള്ളൂ. ഇവിടുത്തെ യഥാർത്ഥ ഹിന്ദുവിന് വർഗീയവാദിയാവാൻ സാധിക്കില്ല. യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് വർഗീയവാദിയാൻ സാധിക്കില്ല. യഥാർത്ഥ മുസൽമാന് വർഗീയവാദിയാൻ സാധിക്കില്ല. ഇവിടെ ഭൂരിപക്ഷം വരുന്ന സമുദായാംഗങ്ങൾ പ്രിയപ്പെട്ടവർ വർഗീയവാദികളല്ല. ചില ശക്തികൾ അവർ പറയുന്നു ഞങ്ങളാണ് രാജ്യസ്നേഹികൾ. ഞാൻ പറയുന്നു നമ്മളെ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഏത് രാജ്യത്ത് ജീവിക്കുന്നു ആ രാജ്യത്തിന് വേണ്ടി പോലും യുദ്ധം ചെയ്യാൻ പറഞ്ഞ ഇസ്ലാമിൽപ്പെട്ട അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഏത് രാജ്യത്ത് ജീവിക്കുന്നു ആ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതാണ്. എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? നബിയുടെ പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്. തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു സുഖിക്കുമെന്നവൻ എന്റെ മതത്തിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളായ നമുക്ക് സാധിക്കുമോ വർഗീയവാദം പറയുവാൻ? തന്റെ അയൽവാസി, അവിടെ മുസൽമാൻ എന്ന് പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ, തന്റെ അയൽവാസി എന്ന് പറഞ്ഞിട്ടുള്ളൂ. തന്റെ അയൽവാസി പട്ടിക ആരുമായിക്കോട്ടെ, അതിന്റെ അർത്ഥം ആരുമായിക്കോട്ടെ. അത്ര വിശാല മനസ്സോടുകൂടി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദീർഘവീക്ഷണത്തോടുള്ള വാക്കുകൾക്കുമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു മതേതരത്വ സ്വഭാവം. അപ്പൊ എത്രയോ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അദ്ദേഹം ലോക സമൂഹത്തോട്, മുസ്ലിം സമുദായത്തോട് പറഞ്ഞു, തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു സുഖിക്കുന്നവൻ തന്റെ മതത്തിൽപ്പെട്ടവനല്ല എന്ന്. നമ്മളൊക്കെ നബിദിന റാലിയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ചെറുപ്പത്തിൽ വിദ്യാർത്ഥിയാകുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യമാണ് നബിതൻ വാക്ക് മറക്കരുതേ എന്ന ആ മുദ്രാവാക്യം ഇന്നും എന്റെയും നിങ്ങളുടെയും മനസ്സിൽ കിടന്ന് കൊടുക്കുമ്പോൾ നമുക്കൊരു വർഗീയവാദിയാവാൻ സാധിക്കില്ല. പിന്നെ മുഹമ്മദ് വർഗീയവാദം പറഞ്ഞതിൽ, തീവ്രവാദം പറഞ്ഞതിൽ അവൻ യഥാർത്ഥ മുസൽമാനല്ല, അവൻ മുസ്ലിം നാമധാരിയുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ സമസ്ത എന്നും ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങളിൽ മുറുകെ പിടിക്കുന്ന ഒരു സംഘടനയാണ്. അതാണ് സമസ്തയെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ സമൂഹത്തിലെ ജനം കാണുന്നത്, സമൂഹം കാണുന്നത് എന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും പ്രിയപ്പെട്ട തങ്ങളവറുകൾ, എനിക്കിതൊരു ഭാഗ്യം കിട്ടി. തങ്ങളവറുകൾ ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞിട്ട് തങ്ങൾ വരാൻ വൈകിയപ്പോൾ തങ്ങളുടെ അനുവാദത്തോടുകൂടി അവർ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷവും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അദ്ദേഹം വരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി അദ്ദേഹം പറഞ്ഞു, സമയം കളയണ്ട, ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു. അതെന്റെ ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. അദ്ദേഹം അവിടെ പോയി ദുആ ചെയ്തു. അതിൽ പങ്കാളിയാവാൻ സാധിച്ചില്ല. ഇന്ന് ഒത്തിരി പരിപാടികളോട് വീണ്ടും എനിക്ക് പോകാൻ സാധിച്ചില്ല. എന്തായാലും അത് വലിയൊരു ഭാഗ്യമായി തന്നെ കാണുന്നു. ആ തങ്ങളവറുകൾ ഇവിടെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട തങ്ങളോട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സർവശക്തനായ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 5 വർഷക്കാലം MLA ആയി പ്രവർത്തിക്കാൻ സാധിച്ചു. വീണ്ടും
5 വർഷക്കാലം സമസ്തയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ എനിക്ക് നൽകിയ പിന്തുണ, സഹായം എന്നെ കൂടുതൽ നല്ല പ്രവർത്തികൾ ചെയ്യാൻ നടന്നു. വീണ്ടും 5 വർഷക്കാലം എനിക്ക് വേണ്ടി നിങ്ങൾ നൽകിയ പിന്തുണ, ഇനിയുള്ള 5 വർഷക്കാലവും നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ പിന്തുണയും സഹായവും എനിക്ക് വേണമെന്ന് സാന്ത്വനവുമായി നിങ്ങളെ കണ്ടപ്പോൾ ഓർമ്മപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും പിന്തുണയും ഉണ്ടെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടി, ഈ നാടിനു വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് മാത്രം സൂചിക്കുക. അതിനുള്ള പിന്തുണ സാധുര്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെയൊക്കെ ദുആയിൽ എന്നെയും പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും, സമസ്ത ഏറ്റെടുക്കുന്ന ഞമ്മളെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക്, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്, ചെറുപ്പക്കാരും വിദ്യാർത്ഥികളെയും നേർവഴിക്ക് നയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവജന നേതാക്കന്മാരുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് എന്റെ പൂർണ്ണമായ പിന്തുണയുണ്ടെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.